നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ സൂപ്പർ കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ വിജയം നേടാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അവർ ഇറ്റാലിയൻ ക്ലബ്ബായ അറ്റലാന്റയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ ഫെഡെ വാൽവർദെ, കിലിയൻ എംബപ്പെ എന്നിവരാണ് റയലിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയർ അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരായിരുന്നു അസിസ്റ്റുകൾ നേടിയിരുന്നത്. ഇതോടുകൂടി ഒരു റെക്കോർഡ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യുവേഫ സൂപ്പർ കപ്പ് കിരീടങ്ങൾ നേടിയ ക്ലബ്ബ് എന്ന റെക്കോർഡാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി കൂടി ഇപ്പോൾ ഒരു റെക്കോർഡിൽ എത്തിയിട്ടുണ്ട്. അതായത് റയലിൽ പരിശീലകനായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ പരിശീലകൻ എന്ന റെക്കോർഡ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ പേരിലാണ്. മറ്റൊരു പരിശീലകനായ മുനോസിനൊപ്പമാണ് അദ്ദേഹം ഈ ഒരു 1-ാം സ്ഥാനം പങ്കിടുന്നത്. 14 കിരീടങ്ങളാണ് കാർലോ ആഞ്ചലോട്ടി റയലിൽ വെച്ച് സ്വന്തമാക്കിയിട്ടുള്ളത്. അതും കേവലം 5 വർഷത്തിനുള്ളിൽ 14 കിരീടങ്ങൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആദ്യം 2013 മുതൽ 2015 വരെയായിരുന്നു ആഞ്ചലോട്ടി ഈ ക്ലബിനെ പരിശീലിപ്പിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ 2021 മുതൽ 2024 വരെ പരിശീലിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അങ്ങനെയാണ് 14 കിരീടങ്ങൾ അദ്ദേഹം റയൽ മാഡ്രിഡിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അത് തരം തിരിക്കുമ്പോൾ 2 തവണ ലാലിഗ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കോപ്പ ഡെൽറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 തവണ തന്നെയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. സൂപ്പർ കോപ്പ ഡി എസ്പാന 2 തവണ സ്വന്തമാക്കിയിട്ടുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് 3 തവണയാണ് കാർലോ ആഞ്ചലോട്ടി റയലിന് നേടിക്കൊടുത്തിട്ടുള്ളത്. യുവേഫ സൂപ്പർ കപ്പ് ഇപ്പോൾ 3 തവണ റയൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് കീഴിൽ. അതുപോലെ തന്നെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് 2 തവണയാണ് റയൽ മാഡ്രിഡ് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇങ്ങനെയാണ് 14 കിരീടങ്ങൾ. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു ഐതിഹാസിക പരിശീലകനായ മുനോസ് 14 കിരീടങ്ങളാണ് നേടിയിട്ടുള്ളത്. പക്ഷെ 15 വർഷക്കാലം അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നു. 1959 മുതൽ 1974 വരെയുള്ള കാലയളവിലാണ് മുനോസ് ഇത്രയധികം കിരീടങ്ങൾ റയലിന് നേടിക്കൊടുത്തിട്ടുള്ളത്. അതേസമയം 5 വർഷങ്ങൾ കൊണ്ട് തന്നെ 14 കിരീടങ്ങൾ നേടാൻ ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൊട്ടുപിറകിൽ വരുന്നത് സിനദിൻ സിദാനാണ്. 11 ട്രോഫികൾ അദ്ദേഹം ക്ലബിന് നേടിക്കൊടുത്തിട്ടുണ്ട്. അതും 4 വർഷങ്ങൾക്കിടയിലാണ്. 2016 മുതൽ 18 വരെ ആദ്യം പരിശീലിപ്പിച്ചു. പിന്നീട് 19 മുതൽ 21 വരെ പിന്നീട് പരിശീലിപ്പിച്ചു എന്നുള്ളതാണ്. ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉൾപ്പെടെ നേടിക്കൊടുത്ത പരിശീലകനാണ് സിദാൻ. അതുപോലെ തന്നെ തൊട്ടു പിറകിൽ വരുന്നത് മോലോവിനെയാണ്. അദ്ദേഹം 8 കിരീടങ്ങളാണ് റയലിന് നേടിക്കൊടുത്തിട്ടുള്ളത്. 4 വർഷങ്ങൾക്കുള്ളിലാണ് 8 കിരീടങ്ങൾ അദ്ദേഹം നേടിക്കൊടുത്തിട്ടുള്ളത്. 1974, 77 മുതൽ 79, 82, 85 മുതൽ 86 എന്നിങ്ങനെയുള്ള കാലയളവിലാണ് അദ്ദേഹം ഈ ഒരു കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ടു പിറകിൽ വരുന്നത് ഡെൽബോസ്കയാണ്. 4 വർഷക്കാലമാണ് അദ്ദേഹം റയലിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. 7 കിരീടങ്ങൾ നേടിക്കൊടുത്തു. 1994, 1999 മുതൽ 2003 വരെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും 1-ാം സ്ഥാനം ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ പേരിലാണ്. ഒരു കിരീടം കൂടി നേടിയാൽ മുനോസിനെയും മറികടന്നുകൊണ്ട് 1-ാം സ്ഥാനം സ്വന്തമായി കൈക്കലാക്കാൻ ഈ ഒരു പരിശീലകന് സാധിച്ചേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.